പാലക്കാട് നവോദയ വിദ്യാലയം ഒരു നഷ്ടം കൂടി നേരിടുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട VP മാഡം ശ്രീമതി ബിന്ദു പ്രിൻസിപ്പലായി ഗോവയിലേക്ക് യാത്രയാവുകയാണ്. നവോദയയിലെ ഓരോ പുൽക്കൊടിക്കും പരിചിതമാണ് ആ കാലച്ചുകൾ. എത്രയോ വർഷങ്ങളിവിടെ മുഴങ്ങിക്കേട്ടതാണ് ആ ശബ്ദം. കരുതലും സ്നേഹവും നിറഞ്ഞ ഭാഷയിൽ ഗുണദോഷങ്ങൾ പറഞ്ഞു തന്ന് നമ്മെ നേർവഴിക്ക് നയിച്ച നമ്മുടെ VP മാഡത്തിന് പാലക്കാട് നവോദയ ഇന്ന് യാത്ര മുഴിച്ചിടുകയാണ്. നമ്മുടെ പഠനകാര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളും എന്നും എപ്പോഴും മാഡം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. നമസ്കാരം മാഡം. നമസ്തേ. 15 വർഷം ടീച്ചറായി, 10 വർഷം വൈസ് പ്രിൻസിപ്പളായി, ആകെ 25 വർഷം. ഒരു മനുഷ്യായുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഈ നവോദയ സ്കൂളിൽ ചെലവഴിച്ച ശേഷം ഒരു പ്രിൻസിപ്പളായി പ്രൊമോഷൻ നേടി ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുമ്പോൾ എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഈ ഒരു അവസരത്തിൽ ഇത്രയും വർഷം നല്ലവരായ സ്റ്റാഫിനോടൊപ്പവും കുട്ടികളോടൊപ്പവും ചെലവഴിക്കാൻ എനിക്ക് നല്ലൊരവസരം തന്ന ജഗദീശ്വരനെയും എൻ്റെ മാതാപിതാക്കളെയും ഞാൻ ഓർക്കുന്നു. ഈ അവസരത്തിൽ ഈ 25 വർഷത്തോളം ഇവിടെ എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിച്ചതിൽ ഒരു പ്രധാന പങ്ക് ഇവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്കും കൂടിയുള്ളതാണ്. ഇവരെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അങ്ങനെയുള്ള ഇവരെ വിട്ടുപോകുന്നതിൽ വളരെയധികം വിഷമം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചേഞ്ച് ഈസ് ഇനെവിറ്റബിൾ ഫോർ എ പേഴ്സൺ. ഈ വിഷമത്തോടെ തന്നെ ഞാൻ ഈ പ്രിൻസിപ്പൽ പോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അവസാനം ഞാൻ തീരുമാനിക്കുകയായിരുന്നു. പല പ്രിൻസിപ്പൽമാരുടെ കീഴിൽ മാഡം ജോലി ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽമാരെ പറ്റി മാഡത്തിന് എന്തൊക്കെയാണ് ഓർമ്മകൾ? 1991 ഞാൻ ഷിമോഗയിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ ചെളുകേരി സാറായിരുന്നു. വളരെ പക്വതയോടെയുള്ള ആ ഒരു പ്രിൻസിപ്പലിൻ്റെ പെരുമാറ്റവും ആ പ്രിൻസിപ്പലിൻ്റെ ഗൈഡൻസും ഈ നവോദയ സിസ്റ്റത്തിൽ ചുവട് വയ്ക്കാൻ എന്നെ വളരെയധികം സഹായിച്ചു. 1993 പാലക്കാടേക്ക് ട്രാൻസ്ഫറായി. അപ്പോഴുള്ള പ്രിൻസിപ്പൽ ശ്രീ വേലു സാർ എല്ലാ കാര്യത്തിലും കർക്കശക്കാരനാണെങ്കിൽ പോലും വളരെയധികം ദയാലുവായിരുന്നു. അദ്ദേഹവും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർ ആയപ്പോൾ പിന്നെ ചാർജ് എടുത്ത AD ജോർജ് സാറ് ശരിക്കും നല്ല രീതിയിൽ ഓരോരുത്തരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് വർക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എന്നിലെ ഒരു നല്ലൊരു ടീച്ചറിനെയും നല്ലൊരു ഹൗസ് മാസ്റ്ററിനെയും ഒക്കെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം സാധിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം റിട്ടയറായി. 2008 റിട്ടയറായി കഴിഞ്ഞ് ഞാനും 2008 തന്നെ പ്രമോഷനായി ഹാർവാർഡ് നവോദയയിൽ ജോയിൻ ചെയ്യുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ ഒരു ദേവറെഡ്ഡി സാറായിരുന്നു. കർണാടകക്കാരനാണ്. കന്നഡയാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം വളരെയധികം ആ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റുമായിട്ട് ഇണങ്ങാൻ എന്നെ സഹായിച്ചു. 2010 ഞാനിവിടെ വരുമ്പോൾ വർഗീസ് സാറായിരുന്നു ഇവിടുത്തെ ഇൻചാർജ് പ്രിൻസിപ്പൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ചാർജ് ഏറ്റുവാങ്ങുന്നത്. അത് കഴിഞ്ഞ് വർഗീസ് സാറിൻ്റെ ടെന്യൂർ കഴിഞ്ഞ് പ്രിൻസിപ്പലായിട്ട് വന്നത് ഹെലൻ മേരി മാഡമാണ്.
ഹെലൻ മേരി മാഡം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പ്രിൻസിപ്പലായിരുന്നു. അവരും എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് തന്നിരുന്നു. ഹെലൻ മേരി മാഡം കഴിഞ്ഞു വന്ന ചാർജ് എടുത്ത ഉഷാകുമാരി മാഡം എനിക്കൊരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ തന്നെയായിരുന്നു. എല്ലാ ഫീൽഡിലും എന്നെ ഇൻവോൾവ് ചെയ്യിച്ച് എനിക്ക് എല്ലാ സപ്പോർട്ടും തന്ന് വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ നല്ല രീതിയിൽ എനിക്ക് ഈ സ്കൂളിന് വേണ്ടി സേവനം ചെയ്യാൻ മാഡത്തിൻ്റെ സഹായം വളരെയധികം ഉപകരിച്ചു. അതിനുശേഷമാണ് വിവേകിന് അറിയാവുന്നതുപോലെ ബാലകൃഷ്ണൻ സാറ് ചാർജ് എടുക്കുന്നത്. ബാലകൃഷ്ണൻ സാറും ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സഹോദരനും സഹോദരിയും പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ എൻ്റെ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റ് നല്ലപോലെ ഞാൻ എൻജോയ് ചെയ്തു. അദ്ദേഹത്തിന് എന്നിലുള്ള ഒരു വിശ്വാസം, അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിനോടുമായിട്ടുള്ള ഒരു കടപ്പാട് എന്നെ ഒരു വൈസ് പ്രിൻസിപ്പലിനുള്ള നിലയിലും അപ്പുറത്തേക്കും എനിക്ക് ഈ സ്കൂളിന് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്യാൻ സഹായകമാണ്. അതിനുശേഷം നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ പ്രമീള മാഡമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ വർഷങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ PGT ഫിസിക്സും കെമിസ്ട്രിയുമായിട്ട് വർക്ക് ചെയ്തവരാണ്. അത് കഴിഞ്ഞ് ഞാൻ വൈസ് പ്രിൻസിപ്പലായിട്ട് വരുമ്പോഴും മാഡം ഇവിടുത്തെ PGT കെമിസ്ട്രി ആയിരുന്നു. പിന്നെ പ്രിൻസിപ്പലായിട്ടും എന്നിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും എനിക്ക് മാഡത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാഡത്തിൻ്റെ എല്ലാ സപ്പോർട്ടും എനിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രിൻസിപ്പൽമാരുടെയും നല്ല സഹകരണം സ്വീകരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യവതിയായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ ഈ ഒരു നിലയിലെത്തിക്കാൻ പ്രിൻസിപ്പൽമാരോടൊപ്പം വൈസ് പ്രിൻസിപ്പൽമാരും സഹായിച്ചിട്ടുണ്ട്. ശ്രീലേഖ മാഡവും അതുപോലെ തന്നെ സുധാ മാഡവും ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പൽമാരായിരുന്നു. ഞാൻ അവരുടെ കൂടെ PGT ഫിസിക്സായി വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീലേഖ മാഡമായിട്ടുള്ള എൻ്റെ ഒരു സൗഹൃദം എന്നെ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും എന്നെ വളർത്തിയിട്ടുണ്ട്. മാഡത്തിനെ പോലെ ഇത്രയും നല്ല കൾച്ചേർഡായിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തിനെ ഞാൻ എപ്പോഴും ആദരിക്കുന്നു, എന്നും ആദരിക്കും. പിന്നെ എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും എൻ്റെ വളർച്ചയിൽ വളരെയധികം പങ്കുവഹിച്ചവർ തന്നെയാണ്. പാലക്കാട് നവോദയയിലെ ഓഫീസ് സ്റ്റാഫിനെ പറ്റി എന്താണ് മാഡത്തിന് അഭിപ്രായം? നവോദയ വിദ്യാലയത്തിലെ ഓഫീസ് ആ വിദ്യാലയത്തിൻ്റെ ഒരു ഹാർട്ടാണ്, ഒരു ഹൃദയമാണ്. എല്ലാ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുന്നത് ഓഫീസ് സ്റ്റാഫുകളാണ്. അവരുടെ ഹാർഡ് വർക്ക് പലർക്കും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് സ്റ്റാഫാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോഴെന്ന് മാത്രമല്ല, തുടക്കം മുതൽ തന്നെ ഓഫീസ് വളരെ മികച്ച രീതിയിൽ സേവനം ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫാണ് ഓഫീസിലുള്ളത്. പക്ഷേ അവരുടെ സേവനങ്ങൾ എത്ര പേര് അംഗീകരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ വിവേകിനോട് പറയാനുള്ളത്,
ഓഫീസ് സ്റ്റാഫ് വളരെയധികം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് നല്ലൊരു ഓഫീസ് സൂപ്രണ്ടൻ്റ്, നല്ലൊരു സീനിയർ അസിസ്റ്റൻ്റ്, പിന്നെ നല്ല ജൂനിയർ അസിസ്റ്റൻസ്, ബാക്കി എല്ലാ ആൾക്കാരും അവരുടെ സേവനം വളരെ ഭംഗിയായ രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് ഓഫീസ് സ്റ്റാഫും ഈ പാലക്കാടിൻ്റെ വികസനത്തിൽ ഒരു നിർണായക ഘടകം തന്നെയാണ്. ടീച്ചറുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി 2 വാക്ക്. ഏതൊരു വിദ്യാലയത്തിൻ്റെയും ഒരു ശക്തി തന്നെയാണ് ആ വിദ്യാലയത്തിലെ രക്ഷകർത്താക്കൾ. വളരെ ഡീസൻ്റായിട്ടുള്ള പെരുമാറ്റവും നമ്മിലുള്ള വിശ്വാസവും എപ്പോഴും നിലനിർത്തി പോകുന്ന പേരൻസാണ് പാലക്കാട് പേരൻസ്. ഈ വിദ്യാലയത്തിലെ എല്ലാ സ്റ്റാഫുമായിട്ടും അവർക്ക് നല്ല ബന്ധമാണുള്ളത്. എനിക്കും എല്ലാ പേരൻസുമായിട്ടും വളരെ നല്ല ബന്ധമാണുള്ളത്. ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഒരു പേരൻസും എൻ്റെ ഒരു കരിയറിൽ ഇവിടെ ഒരു സംഭവം പോലും എനിക്ക് പറയാനില്ല. ഒരു ബുദ്ധിമുട്ടും എനിക്ക് പേരൻസിനെ കൊണ്ട് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടില്ല. പാലക്കാട് നവോദയയിലെ ടീച്ചേഴ്സിനെ പറ്റി എന്താണ് പറയുന്നത്? പാലക്കാട് നവോദയ ഒരു ഗിഫ്റ്റഡ് നവോദയയാണ്. അതായത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഗിഫ്റ്റഡായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു നവോദയയാണ് പാലക്കാട് നവോദയ. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, നല്ല ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ടീച്ചേഴ്സ്, നല്ല പക്വതയുള്ള ടീച്ചേഴ്സ്, കുട്ടികൾക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ്, ഇതെല്ലാം പാലക്കാട് നവോദയത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. പാലക്കാട് ടീച്ചേഴ്സ്, നവോദയയിലെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിന് ഒരു അസറ്റ് തന്നെയാണ്. ഏതൊരു അലുമിനി സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും ആദ്യം പറയുന്ന പേര് ബിന്ദു മാഡം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഈ നവോദയ വിദ്യാലയത്തിൽ ഏറ്റവും അധികം ബാച്ചുകൾ പഠിപ്പിക്കാൻ സാധിച്ചത് മാഡത്തിന് ആ വർഷത്തെ ഭാഗ്യം തന്നെയാണ്. എന്താണ് ഓർമ്മ? അലൂമിനി സ്റ്റുഡൻസ് ഒരു കാലത്ത് എൻ്റെ കുട്ടികൾ തന്നെയായിരുന്നു. ആദ്യം അവർ ബിന്ദു മാഡത്തിൻ്റെ കാര്യം ഓർക്കുന്നതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഞാൻ നല്ലപോലെ തല്ല് കൊടുക്കുന്ന ഒരു അധ്യാപികയാണ്. തല്ല് കൊടുത്താൽ തന്നെയും നല്ല രീതിയിൽ അവർ അതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും. അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടി ഹൗസ് മാസ്റ്ററായിട്ടും ടീച്ചറായിട്ടും ക്ലാസ് ടീച്ചറായിട്ടും പല ഫീൽഡിലും ഒരുമിച്ച് ജോലി ചെയ്തു. അങ്ങനെ അവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വേറൊരു കാരണമായിരിക്കും അവരെൻ്റെ പേര് ആദ്യമായി ഓർക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. എപ്പോഴും അലൂമിനി സ്റ്റുഡൻസിനെ പറ്റി എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എവിടെയാണെങ്കിലും ഏത് പൊസിഷനിലാണെങ്കിലും അവരെപ്പോഴും ഓർത്ത് എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അലൂമിനിയുമായിട്ടും നല്ലൊരു ബന്ധം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും രണ്ടും ഒരുമിച്ച് എങ്ങനെ നടത്തുന്നതാണ്? എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനെ പറ്റി തന്നെയാണ്. എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഒരു റോൾ മോഡൽ. അച്ഛൻ്റെ പേര് പീലിക്കോട്ട് അപ്പുക്കുട്ടൻ നായർ. പിന്നെ അമ്മ
നവോദയയിൽ ജോയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞ് അച്ഛൻ നിര്യാതനായി. പിന്നെ എൻ്റെ അമ്മയൊരു റിട്ടയർഡ് ഹെഡ് മിസ്സസ്സാണ്. പിന്നെ എൻ്റെ സഹോദരി. പിന്നെ അത് കഴിഞ്ഞ് 94 ഇവിടെ വന്ന് പാലക്കാട് വന്ന് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 93 ഞാൻ പാലക്കാട് വന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞാണ് എൻ്റെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ ഉമേഷ് കുമാർ കേന്ദ്രീയ വിദ്യാലയത്തിൽ സീനിയർ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. പിന്നെ 2 കുട്ടികൾ, അക്ഷയ്, അരവിന്ദ്. ഫാമിലി സപ്പോർട്ട് വളരെയധികം ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ് നവോദയ സ്റ്റാഫിൻ്റെ. ഫാമിലി സപ്പോർട്ടില്ലാതെ നവോദയയിലെ പ്രൊഫഷൻ കൊണ്ട് നടക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അക്കാര്യത്തിൽ എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു സിസ്റ്റർ ഇൻ ലോയെ ഞാൻ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടിയിരിക്കുന്നു, മിസസ് വത്സല മേനോൻ. ആ ഒരു വ്യക്തിത്വം എൻ്റെ ലൈഫിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം എൻ്റെ സിസ്റ്റർ ഇൻ ലോയും വളരെയധികം സപ്പോർട്ട് തന്നതുകൊണ്ടാണ് എനിക്ക് വലിയ ടെൻഷനില്ലാതെ നവോദയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ചെങ്കിലും സംഭാവന ഈ സ്കൂളിന് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയപ്പെട്ട ബിന്ദു മാഡം, മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ആറ്റം, ആംപിയർ, കണ്ടക്ടർ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, വേവ് ലെങ്ത് മുതലായ ഫിസിക്സ് റിലേറ്റഡ് ടേംസ് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മുഖമാണ് ബിന്ദു മാഡത്തിൻ്റേത്. നല്ല വടിവൊത്ത കൈയക്ഷരത്തിൽ വളകിലുക്കത്തോടെ ചോക്ക് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കി ഫോഴ്സ് ഉപയോഗിച്ച് ബോർഡിൽ എഴുതിയും വരച്ചും ബിന്ദു മാഡം ഫിസിക്സിൻ്റെ റൂൾസും ലോസും ഞങ്ങളുടെ മനസ്സിൽ കയറ്റാൻ പാടുപെട്ടു. ആരോടും ഡിസ്റ്റൻസ് കാണിക്കാതെ, ടൈം ഒട്ടും കളയാതെ എപ്പോഴും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന മാഡം ഉറക്കം തൂങ്ങിയിരുന്ന ഞങ്ങളിൽ കൈനറ്റിക് എനർജി നിറച്ച് പൊട്ടൻഷ്യൽ കൂട്ടി. 2000 +2 കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഓരോ പ്രാവശ്യം നവോദയയിലേക്ക് പോകുമ്പോഴും സ്വീകരിക്കാൻ ചിരിച്ച മുഖവുമായി, എന്താ കുഞ്ഞേ എന്നൊരു ചോദ്യവുമായി ബിന്ദു മാം ഉണ്ടാവുമായിരുന്നു. ട്രങ്ക് ബോട്ട്സ് എന്ന 6th ബാച്ചിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഇത് ഈ സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമെന്ന് പറഞ്ഞ മാഡത്തിന്റെ കണ്ണുകളിലെ സന്തോഷം ഇന്നും ഓർക്കുന്നു. അതുമാത്രമല്ല, ആ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ട എല്ലാ പിന്തുണയും ആവശ്യമായ നിർദ്ദേശങ്ങളും തന്ന് കൂടെ നിന്നു. വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് പ്രിൻസിപ്പൽ എന്ന ഉന്നത പദവിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന മാഡത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. സ്നേഹം തന്നും വാത്സല്യം ചൊരിഞ്ഞും ശാസന കൊണ്ടും കൈപിടിച്ചുയർത്തിയ ഞങ്ങളുടെ പ്രിയ ഗുരുനാഥയ്ക്ക് 1000 നന്ദി. സന്തോഷം നിറഞ്ഞതാവട്ടെ ഇനിയുള്ള ഓരോ ദിനവും എന്ന ആശംസകളോടെ സസ്നേഹം 6th ബാച്ച്. All the best, ma'am. All the best, ma'am. All the best, Bindu ma'am. All the best, 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 Bindu madam. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗ്ലാഡ്വിൻ, ജവഹർ നവോദയ വിദ്യാലയ മലമ്പുഴയിലെ ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. നവോദയയിൽ നിന്ന് പുറത്തിറങ്ങി 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ജവഹർ നവോദയ വിദ്യാലയ മലമ്പുഴയിൽ വന്ന
മാറ്റങ്ങൾ അനവധിയാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി നവോദയയിലേക്ക് പോയിട്ടില്ലെങ്കിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും പലപ്പോഴായി കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ ഞാൻ പഠിച്ച നവോദയയെ തിരയുമ്പോൾ പലപ്പോഴും കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴും പാലക്കാട് നവോദയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മാധുര്യമുള്ള ഓർമ്മ, അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധം ഉണ്ട് എന്ന് മനസ്സിന് ഓർമ്മപ്പെടുത്തിയിരുന്നത് പ്രിയ ബിന്ദു മാഡത്തിൻ്റെ മലമ്പുഴ നവോദയയിലുള്ള സാന്നിധ്യമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാളനേക്കാൾ ശാസനയ്ക്കാണ് പ്രിയ മാഡത്തിൽ നിന്ന് ഞാൻ കൂടുതൽ വിധേയനായിരുന്നതെങ്കിലും പഠനത്തിന് ശേഷം കടന്നുപോയ പല സമയങ്ങളിലും മാഡത്തിൻ്റെ വാത്സല്യത്തിനും സ്നേഹത്തിനും കരുതലിനും പാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയ ബിന്ദു മാഡം നവോദയ വിദ്യാലയ മലമ്പുഴയിൽ നിന്ന് കടന്നു പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ വിഷമം ഉണ്ടാക്കുന്ന വസ്തുതയാണ്. എങ്കിലും പ്രിൻസിപ്പൽ എന്ന തനിക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു സ്ഥാന ലബ്ധിയോടെയാണ് താൻ പുതിയ വിദ്യാലയത്തിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളത് അതേസമയത്ത് തന്നെ ആഹ്ലാദം നൽകുന്ന ഒരു വിഷയവുമാണ്. മലയും മരങ്ങളും പുഴയും താഴ്വരയും നീരോട്ടവുമുള്ള പ്രകൃതി രമണീയമായ മലമ്പുഴയിൽ നിന്ന് ഗോവ പോലെ വളരെ പ്രസിദ്ധവും മനോഹരവും കടൽ തീരങ്ങൾ നിറഞ്ഞതും പച്ചപ്പ് നിറഞ്ഞതുമായ മറ്റൊരു മനോഹര പ്രദേശത്തേക്കാണ് തനിക്ക് പോകുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പ്രിയ ബിന്ദു മാഡത്തിന് നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ എന്ന ആഭാരിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയോടെയും പൂർണ്ണ ഉത്തരവാദിത്തോടും കൂടി നിറവേറ്റുവാൻ കഴിയട്ടെ എന്ന് പൂർണ്ണമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ മാഡത്തിനും കുടുംബാംഗങ്ങൾക്കും വരും ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ ആ ഗോവ നൽകട്ടെ. ആ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്പമെങ്കിലും റിലാക്സേഷൻ കിട്ടാൻ ഗോവയിലെ കടൽ തീരങ്ങളും അവിടുത്തെ ഉല്ലാസഭരിതരായ ജനങ്ങളും മാഡത്തിന് സഹായിക്കട്ടെ. ഏറ്റവും നല്ല ദിനങ്ങൾ തനിക്ക് ഭാവിയിൽ ഉദ്യോഗത്തോട് അനുബന്ധിച്ച് മാത്രമല്ല അതിനുശേഷം കുടുംബജീവിതത്തിലും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവിധ ഭാഗ്യങ്ങളും മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. Good day, highly esteemed principal, erudite teachers, fellow students, and dear well-wishers. I am Jacob John. I belong to the first batch of Jawahar Navodaya Vidyalaya Malambura. I count it a great honor to be made to deliver this farewell speech on such a notable day as this. Being all here to bid goodbye to an outstanding and highly valued teacher who has also been a great confidant and counselor. I realize today, indeed, that precious and valued moments fly. However, this is an opportunity to acknowledge, respect, and give thanks for how awesomely our dear teachers has with so much expertise passed across some unique knowledge and skill to be leaders of tomorrow. Though it is painful bidding farewell to someone who has become more of a parent and less of a teacher for us, we still need to use this great opportunity to demonstrate our gratitude to her for being ever selfless all through the administration of her duties to our individual lives, the part of the entire education body and the society at large. She has been in this noble service in our Vidyalaya from 1993, relentlessly imparting knowledge and skill appropriately. She is indeed sincere, brave,
responsible, highly esteemed, well respected, and a high achiever in the teaching profession and as an individual. She has managed to push out excellence in us all the time. We do appreciate it, even though we have behaved like they were punishment for us. We know just well that your ways in handling us have made us better every day. She produced a generation of scholars under her that was not weak but strong, and not stubborn but submissive, balancing all aspects of life with academics. The school became more than a building for learning books alone. It became to us a citadel of wisdom. Indeed, we were all about life could be learned and related to the practical experience. Thank you for making learning real. We are grateful you have taught with sincere zeal and passion. Now you have been honored with a greater responsibility as a principal of JNV. It gives me great pleasure to extend my warmest congratulations to you on your new appointment. I trust that you will continue to work to bring positive changes in your students' lives. Overall, you have engraved on our heart. None can erase your sweetness, firmness, professionalism, and affectionate gesture to us. On behalf of my fellow students, your colleagues, and well-wishers virtually present here today, we wish you life's best offer. Hundreds of hearts pray for you this day for letting this generation benefit from your blessedness. Please stay on with a teaching heart. Our heart bless you. Thank you. Today we are here to bid farewell to our beloved Bindu Madam. Time is flying. Let me go back to 1993, the year Bindu Madam joined JNV Malambuzha. I am from first batch and we were in 11th standard. Bindu Madam was our physics teacher during the class hours and she was our house mistress for the rest of the day. In fact, she was with us throughout the day. Time passed, students became full-fledged professionals in various fields and spread across the globe. We owe this transformation to our teachers. Throughout her stint in JNV, Bindu Madam imparted quality education and mentored us. JNVM owes you to the contribution throughout these years. Her dedication, commitment, patience, selflessness to support students are always outstanding. As we know, Bindu Madam is entering a new phase in her professional life. Let me take this opportunity to congratulate her and wish her another successful innings in her professional life. Let me thank Vidyalaya authorities for providing us an opportunity to take part in this farewell function. A big thank you and wish you all the success, Bindu Madam. Yeah, respected Bindu ma'am, if I am right, I think you are one teacher who had taught at least for 1 year for all the batches of JNV Malambuzha. And your contribution to JNV Malambuzha's growth right from the beginning till today, it's immense. And definitely I would like to thank you for all your contribution to that. And if I remember one thing about you, like Madam ആണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത് ഒരു മാർക്കിന് ഒരു തല്ല സ്കീം when we were in 12th. അതായത് യൂണിറ്റ് ടെസ്റ്റിന് ഒരു മാർക്ക് കുറഞ്ഞാൽ ഒരു തടി, 2 മാർക്ക് കുറഞ്ഞാൽ 2 അടി, 5 മാർക്ക് കുറയാണെങ്കിൽ 5 അടി. I think all the efforts which you have taken had contributed immense in making us in what we are today. So I take this opportunity to wish you all the success in your future endeavors as principal at JNV Goa. Thank you, ma'am.
ഓൾ ദി ബെസ്റ്റ് വിഷസ് ബിന്ദു മാഡം. പുതിയ സ്കൂളിൽ പ്രിൻസിപ്പളായി ചാർജ് എടുക്കുന്ന ബിന്ദു മാഡത്തിന് എൻ്റെ പേരിലും എൻ്റെ ബാച്ചിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും. എല്ലാം നന്നായി നടക്കട്ടെ ബിന്ദു മാഡം. ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ചതിനും നമ്മുടെ JNV പാലക്കാടിൻ്റെ ഉയർച്ചയ്ക്കും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേരിലും എൻ്റെ ബാച്ചിൻ്റെ പേരിലും ഞാൻ ആ നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാം പുതിയ സ്കൂളിലും അതിനെ ഉയർച്ചയിലൊക്കെ എത്തിക്കാൻ എല്ലാ രീതിയിലുള്ള ദൈവാനുഗ്രഹം മാഡത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്തോഷ്, പാലക്കാട് നവോദയയിലെ 5ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ബിന്ദു മാഡം ഞങ്ങൾക്കൊരു ഫിസിക്സ് ടീച്ചർ മാത്രമല്ല. ബിന്ദു മാഡം ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ്സിലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരുപാട് മുമ്പ്, പക്ഷേ 7ാം ക്ലാസ്സിൻ്റെ അവസാന കാലത്താണെന്ന് തോന്നുന്നു മാഡം ഞങ്ങളുടെ, അതായത് യമുന ഹൗസിൻ്റെ ഹൗസ് മാസ്റ്റർ ആയത്. പിന്നീട് ഈ 7 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം ഞങ്ങളുടെ ഹൗസ് മാസ്റ്റർ ആയിരുന്നത് ബിന്ദു മാഡം തന്നെയാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് കഴിയുന്നത് വരെ ബിന്ദു മാഡം ആയിരുന്നു ഞങ്ങളുടെ ഹൗസ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിലും എൻ്റെ സുഹൃത്തുക്കളായ രജീഷ്, പത്മജൻ, ഷിജോ ചാൾസ്, മനേഷ്, രാജേഷ്, വിമൽ, അങ്ങനെ ആരുടെ കാര്യം എടുത്താലും ഞങ്ങളുടെ സ്ട്രെങ്ത്തുകളും കുറവുകളും വികൃതികളും പൊരുത്തക്കേടുകളും ഒക്കെ ഏറ്റവും അധികം അറിയുന്നത് ബിന്ദു മേഡത്തിനായിരിക്കും. പക്ഷേ ഞങ്ങളുടെ അമ്മമാരെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കിയതും മേഡമായിരിക്കും. അങ്ങനെ ഒരുപാട് കുരുത്തക്കേടുകൾക്ക് മേഡം കണ്ണടച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളായത്. ഒരിക്കൽ പോലും മേഡം ഞങ്ങളെ ഒരു ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഈ നവോദയ ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ എനിക്ക് പോവേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പോയിട്ടുള്ളത് ബിന്ദു മേഡത്തിൻ്റെ ക്വാർട്ടേഴ്സിലായിരിക്കും. ഒരിക്കൽ പോലും എൻ്റെ പാരൻസ്, അച്ഛനും അമ്മയോ മേഡത്തിനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരുപക്ഷെ അന്ന് ഞങ്ങൾ അയച്ചിരുന്ന കത്തുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നിരുന്ന കത്തുകളിലൂടെ ആയിരിക്കാം എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ്, വീട്ടിലുള്ള കാര്യങ്ങൾ വരെ മേഡത്തിന് ഇന്നും നല്ല ഓർമ്മയാണ്. ആ കാര്യം എടുത്തു പറയേണ്ടതാണ് മേഡത്തിൻ്റെ ഓർമ്മശക്തിയെക്കുറിച്ച്. അന്നത്തെ ഞങ്ങളെ കുരുത്തക്കേടുകളെക്കുറിച്ചും വികൃതികളെക്കുറിച്ചും ഇന്നും ഞങ്ങളെക്കാൾ കൂടുതൽ മേഡത്തിന് നല്ല ഓർമ്മയുണ്ട്. 2019 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാനും അതിനുശേഷം ചീഫ് ഗസ്റ്റായി 2 വാക്ക് സംസാരിക്കാനും മേഡം ക്ഷണിച്ചത് ഈ തല്ലുപുള്ളിയെ തന്നെ ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഒരു വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ബിന്ദു മേഡത്തിൻ്റെ കുറേ മാനറിസങ്ങളുണ്ട് ഞങ്ങളെന്നും ഓർത്തു വയ്ക്കുന്നത്. മേഡത്തിൻ്റെ സംസാരം, മേഡത്തിൻ്റെ ചില നോട്ടങ്ങൾ, അതുപോലെ മേഡത്തിൻ്റെ ചിരി, ചില സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതിലൊന്നാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ആ വാക്കുകൾ കടം കൊണ്ട് തന്നെ പറയട്ടെ, ബിന്ദു മേഡം ഈസ് നോട്ട് ഓൺലി മൈ ടീച്ചർ ബട്ട് ഓൾസോ someone who has inspired me, who has motivated me, and someone who is always close to my heart. Thank you, madam. ഔദ്യോഗിക ജീവിതത്തിൽ പ്രിൻസിപ്പളായി മറ്റൊരു നവോദയയിലേക്ക് പോകുന്ന മേഡത്തിന് എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാവിധ ആശംസകളും. ഹലോ ബിന്ദു മാഡം, ഞാൻ പത്മനാഥ്, JNV പാലക്കാടിൻ്റെ 2003 പാസ് ഔട്ടാണ്. മാഡം എന്നെ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. മാഡം ആർവലി ഹൗസ് വാർഡനായിരുന്നപ്പോൾ കുറച്ച് കാലത്ത് ഞാനും ആ ഹൗസിലുണ്ടായിരുന്നു. മാഡത്തിന് പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടിയെന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. Came to know that our beloved Bindu ma'am, the vice principal of JNV Palakkad, is getting promoted as principal, and soon she will be joining a Navodaya Vidyalaya in Goa.
She taught me physics in the year 1997 and 1998. When I look back to that period, that to 24 years back, I could recollect her as a great teacher who always inspired her students. She was a lady with motherly affection and great dedication. This promotion may be of great happiness for her because it's a great achievement for her professional career, but for the Vidyalaya and the students of the Vidyalaya, it will be a great loss. In a period where good teachers are becoming very rare, she remains as an endangered specimen of a great teacher. At this point of time, I thank her for all her service to the Vidyalaya, the students, and personally to me. Madam, your service, your love will be carved in our heart. It will remain there forever. I congratulate her for this achievement, and I pray to God that the Almighty may bless her to be successful in her new endeavor and bless her with good health and happiness. Thank you. ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നതിലുപരി ബിന്ദു മാഡം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചർ കൂടിയാണ്. കാരണം +2 ഹാഫ് ഇയർ ഫുള്ള് സജി സാറ് ലോങ് ലീവിന് പോയപ്പോൾ മാഡമാണ് നമ്മളെ പഠിപ്പിച്ചത്. അന്നാണ് മാഡത്തിൻ്റെ നോളജിനെ കുറിച്ചും മാഡത്തിനെ കുറിച്ചും ഒക്കെ, അല്ലെങ്കിൽ മാഡം പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഇന്നും നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അത് നല്ലൊരു ഓർമ്മയായിട്ട് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ മാഡത്തിന് പ്രിൻസിപ്പളായി പ്രൊമോഷൻ കിട്ടി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും 2 കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് മാഡത്തിൽ നിന്നുള്ളത്. ആസ് എ കൊളീഗ് ആൻഡ് ആസ് എ സ്റ്റുഡൻറ്, രണ്ടും അടിപൊളിയായിരുന്നു. കൊളീഗ് എന്ന് പറയുമ്പോൾ മാഡം വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു, എന്നാലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒത്തിരി കാര്യങ്ങൾ സഹായിക്കാൻ. ശരിക്കും ടീച്ചേഴ്സിന്റെ പണി നവോദയയില് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തൊന്നും മാറിയത്. ശരിക്കും അവരെ ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ദൈവങ്ങളെ പോലെയൊക്കെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും ആ സമയത്ത്. ഒത്തിരി അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതില് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ് ബിന്ദു മാഡത്തിന്റെ. മാഡത്തിന്റെ എഫേർട്ടും വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്തും നല്ല ക്ലാസ്സുകളായിരുന്നു. ഫിസിക്സിനൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഈസി ആയിട്ട് ഫിസിക്സ് പഠിപ്പിച്ച് പോന്നിരുന്ന ഒരു വഴിയായിരുന്നു മാഡത്തിന്റെ ഉണ്ടായിരുന്നത്. ഇത്രയും ടഫായിട്ടുള്ള പൊതുവെ ഫിസിക്സ് എന്ന് പറയുമ്പോൾ മിക്ക കുട്ടികൾക്കും അതൊരു ഭയങ്കര ഒരു ഹാർഡസ്റ്റ് ഹഡിലായിരിക്കും. ഞങ്ങളത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നു. അത് മാഡത്തിന്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. താങ്ക് യു മാഡം, ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് കരിയർ ലൈഫ്. ഹായ്, മൈസെൽഫ് വിഷ്ണു ഫ്രം 22nd ബാച്ച്. ഞങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബിന്ദു മാം വൈസ് പ്രിൻസിപ്പളായിട്ട് JNV പാലക്കാടിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് ബീൻ മോർ ദാൻ 10 years ഷീസ് ബീൻ എ ബിഗ് പാർട്ട് ഓഫ് അവർ സ്കൂൾ. ആൻഡ് ഹെർ സൺ അരവിന്ദ് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പേഴ്സണലായിട്ട് മാഡത്തെ അറിയാനും സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. സ്കൂളിലുള്ളപ്പോഴും അതിന് ശേഷവും എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും വളരെ എനർജറ്റിക് ആൻഡ് വൈബ്രൻ്റ് ആയിരുന്നു മാഡം. പിന്നെ മാഡത്തെ കുറിച്ച് പറയുമ്പോൾ മാഡത്തിന് ഫിസിക്സ് ക്ലാസ് പറയാതിരിക്കാൻ പറ്റില്ല. വൈസ് പ്രിൻസിപ്പൾ എന്ന ഒരു ചുമതല വളരെ വലുതാണെങ്കിൽ പോലും 11th and 12th റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഫിസിക്സ് ക്ലാസ് എടുത്ത് തരുമായിരുന്നു മാഡം. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഇറ്റ് വാസ് എ വെരി ബിഗ് ഹെൽപ്പ് ഫോർ അസ് ഓൾ. പ്രത്യേകിച്ച് റിവിഷൻ സമയത്തൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു അതൊക്കെ. പേഴ്സണലി പലപ്പോഴും ഒരു ടീച്ചർ എന്നതിലുപരി ഒരു പാരൻ്റ് കെയർ എനിക്ക് മാഡത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ കുറച്ചുകൂടി ചുമതല കൂടിയ ജോലിക്ക് മാഡം പ്രൊമോട്ടായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബട്ട് സ്റ്റിൽ മാഡം പാലക്കാട് വിട്ട് പോകുന്നതിലുള്ളൊരു വിഷമമുണ്ട്. എങ്കിലും വിഷിംഗ് യു ആൻഡ് യുവർ ഫാമിലി എ വെരി പ്രോസ്പെറസ് ലൈഫ് അഹെഡ് ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ യുവർ കരിയർ ആസ് എ പ്രിൻസിപ്പൽ. താങ്ക് യു മാം. Hi ma'am. I don't know what to say now.
one thing we all always remember about VP ma'am is like she was a very caring person. So the moment she notices that someone hasn't turned out for the roll call or attendance, she starts panicking. She sends people everywhere to check out, and I have a personal experience regarding this matter. One time I missed the morning assembly and she went crazy like anything. Like she sent people to check everywhere, and when I at last turned out, she was like too happy to find out that like no one has went missing. And I always remember that day because I really understood how caring she was and how concerned she is about us. Regarding VP ma'am, she always had a special attachment towards our batch because her son Arvind was our classmate too. So we always had that special bond. And I would say she's one of the best physics teachers I have ever seen, because even though she left teaching long before, like I graduated in 2016 and I think she became the vice principal in 2009. But even after 7 years of she remembered the topics very well. And whenever we ask her that we are facing difficulty in some special topics, she would make sure that she takes time to prepare the topic and come back to give us a wonderful lecture. We always remember those, and she always gave us the right backup whenever we needed it. And what else? I have seen, actually her quarters was very next to our hostel, and I have seen her working even at 10 p.m. Like after everyone has went to their hostels and quarters, she would take out all the registers, attendance registers, and verify each and every register. I have seen it myself personally walking through in front of her quarters at that time. So she knows who is in the campus and who has left for home. Actually, she knows everything to a single person. From every child from 6th class to 12th class, she knows who is in the campus and who is outside. And now it's a bit hard to believe that Bindu ma'am is leaving the school. She had been there for last 10 years as vice principal, and if I'm right, she had been working there as a physics teacher from 1991. Anyway, we wish you all success and all goodness, ma'am. Thank you for being there for us. Thank you for everything. We all love you, ma'am. Bye. ഹായ്, ഞാൻ അഞ്ജിത ജി, 2019 പാസ് ഔട്ട് ബാച്ചാണ്. നമ്മുടെ വൈസ് പ്രിൻസിപ്പളായിരുന്ന ബിന്ദു മാഡം പ്രമോഷൻ ട്രാൻസ്ഫറോടെ പ്രിൻസിപ്പളായ വിവരം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കേട്ടറിഞ്ഞത്. എങ്കിലും 25 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപികയാണ് നമ്മുടെ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും നഷ്ടമാകുന്നത്. മാഡം 15 വർഷം ഫിസിക്സ് അധ്യാപികയായും 10 വർഷം വൈസ് പ്രിൻസിപ്പളായും ജീവിതത്തിലെ വലിയൊരു ഭാഗം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അതിന് നമുക്ക് മാഡത്തോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞറിയിക്കാവുന്നതിലും അധികമാണ്. ഒരു നല്ല അധ്യാപിക വൈസ് പ്രിൻസിപ്പളോ ഒക്കെ പ്രൊമോട്ടഡ് ആവുമ്പോൾ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നഷ്ടമാകുന്ന നല്ലൊരു അധ്യാപികയാണ്. മാഡത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നല്ലൊരു ഹൗസ് മിസ്ട്രസും ഒരു നല്ല ഫിസിക്സ് അധ്യാപികയോ ആകാൻ മാഡം മറന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം മാഡത്തെ സമീപിച്ചാൽ അതിന് നല്ല സൊല്യൂഷൻസും നല്ല അഡ്വൈസസും തരാൻ മാഡത്തിന് സാധിച്ചു. പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തു നിന്ന് നോക്കിക്കാണാനും മാഡം ശ്രമിച്ചു. ഞങ്ങളുടെ 10th-ലും +1-ലും +2-ലും മാഡം ഞങ്ങളെ പഠിക്കാനും ഒരുപാട് സഹായിച്ചു. ഡൗട്ടുകൾ ഒന്നിലധികം തവണ ചോദിച്ചാലും മനസ്സിലാവുന്ന രീതിയിൽ ക്ഷമയോടെ മാഡം പറഞ്ഞു തന്നിരുന്നു. ഗോവ ജെഎൻവിക്കും മാഡം നല്ലൊരു പ്രിൻസിപ്പളും അതിലുപരി നല്ലൊരു ഫിസിക്സ് അധ്യാപികയുമാകട്ടെ എന്ന് ഞാനും ബ്ലേസോ ബാച്ചും ജെഎൻവി പാലക്കാടിലെ ഓരോ കുട്ടികളും ആശംസിക്കുന്നു. നന്ദി. Most respected Bindu Madam, I am Arjun. 2019 പാസ് ഔട്ടായ 25th ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഒരു നവോദയനാവാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. 6th മുതൽ 12th വരെയുള്ള 7 വർഷക്കാലം ബിന്ദു മാഡം ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ചുമതലകൾക്കിടയിലും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാനും അതിലുപരി ഡിസിപ്ലിൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തരുവാനും മാഡത്തിന് സാധിച്ചിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും അച്ചീവ്മെൻറ്റ്സിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നാൽ തെറ്റു കണ്ടാൽ അത് ഉടനടി തിരുത്തി തരികയും ചെയ്യുന്ന മാഡം ഞങ്ങൾക്ക് എന്നും ഒരു റോൾ മോഡൽ തന്നെയാണ്. മാഡത്തിൻ്റെ മികച്ച പിന്തുണ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അക്കാഡമിക്സിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. രാവിലെ തുടങ്ങുന്ന മോർണിംഗ് അസംബ്ലി മുതൽ രാത്രിയിലത്തെ നൈറ്റ് സ്റ്റഡിയും പിന്നെ 10th-ലും 12th-ലുമുള്ള ലേറ്റ് നൈറ്റ് സ്റ്റഡി ഉൾപ്പെടെ വിദ്യാലയത്തിലെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും മാഡത്തിൻ്റെ പ്രസൻസ് വളരെ പ്രകടമാണ്.
പിന്നെ ഹൗസ് മീറ്റിംഗ്, മെസ് മീറ്റിംഗ്, ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ്, അങ്ങനെ ഏത് മീറ്റിങ്ങിലായാലും വിദ്യാർത്ഥികൾ പറയുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ മാഡത്തിന് എന്നും സാധിച്ചിരുന്നു. ഇനി വരുന്ന ഓരോ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കും മാഡത്തിൻ്റെ ഗൈഡൻസ് തീർച്ചയായും നഷ്ടമാവും. പറയാനാണെങ്കിൽ എക്സ്പീരിയൻസുകൾ ഇനിയും ഒരുപാടുണ്ട്, എന്നാൽ അതൊന്നും ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഈ വർഷം ഗോവയിലേക്ക് പ്രിൻസിപ്പളായി പോകുന്ന ഞങ്ങളുടെ സ്വന്തം ബിന്ദു മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് വി ഓൾ മിസ് യു മാഡം. ബിന്ദു മാമിന് വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിന്ദു മാം ഞാൻ തമ്മില് ഞങ്ങൾ ബിന്ദു മാമിന്റെ ഉച്ചക്കത്തെ റെസ്റ്റ് ടൈം വരെ ശല്യപ്പെടുത്തുന്ന ആളാണ് ഞാനൊക്കെ. കാരണം എനിക്ക് റെമഡിയൽ ഉണ്ടായിരുന്നു എല്ലാത്തിലും 12th ഞാൻ ആ 2-3 ബ്രേക്കിന് നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോ എന്തിന് മാഡം എന്നെക്കാളും മുമ്പ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടോ. ഇങ്ങനെ ഇനി കൂടുതലൊന്നും പറയല്ല. സത്യം പറഞ്ഞാല് പാലക്കാട് അല്ലാത്തൊരു സ്ഥലത്ത് ബിന്ദു മാമിനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. മാമിന് എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോ അവിടെ ഞാൻ കുറെ ആയ അലുമിനിക്കൊക്കെ വന്നിട്ട് ഇനി വരുമ്പോ കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പത്തെ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ട്രാവൽ ബാനും ആണ്. എപ്പോഴാണ് ഇനി നാട്ടിലേക്ക് വരിക അതുപോലെ അറിയാതിരിക്കുന്നത്. എനിവേ മാഡം, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ടും ബിന്ദു മാഡത്തിന് പ്രൊമോഷൻ കിട്ടി, പ്രിൻസിപ്പളായി ഗോവയിലുള്ള നവോദയയിലേക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻ ടു മാം. മാഡമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 6 ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ മാഡം ഉണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും മാഡം വന്നു. ഇപ്പോഴും മാഡത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലഗിരി ഹൗസ്, ഞാൻ ആക്ച്വലി ശിവാലിക് ഹൗസ് ആയിരുന്നു, നീലഗിരി ഹൗസിൻ്റെ ഹൗസ് മാസ്റ്റർ ആയിരുന്നു മാഡം. ഒരു ബോയ്സ് ഹോസ്റ്റലിൻ്റെ ഹൗസ് മാസ്റ്റർ ആയിരുന്നു മാഡം. അപ്പോൾ ഡെയിലി അങ്ങനെ രാത്രി ഹൗസ് റോൾ കോൾ സമയത്ത് മാഡത്തിനെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു പിക്ചറാണ് മാഡത്തിനെ കുറിച്ച് ഓർമ്മ. ഞങ്ങൾക്ക് അധികം പഠിപ്പിച്ചിട്ടില്ല മാഡം, ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ഫിസിക്സ് മാഡം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മാഡമായിട്ട് നല്ല ഓർമ്മകൾ തന്നെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇനിയിപ്പോൾ അലുമിനി മീറ്റിന് പോകുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു മാഡം. മാഡം കൂടി പോവാണ്. വളരെ 1-2 പേര് കൂടി മാത്രമേ ഉള്ളൂ നമ്മളെ അറിയുന്ന ആൾക്കാരായിട്ട്. ഓൾ ദി ബെസ്റ്റ് ടു മാഡം. താങ്ക് യു. The walls of the school will feel hollow, the corridors will feel hollow and empty, the classrooms will feel lifeless without an inspirational presence of a teacher like you. We may not say this every day, but your inspirational words are like beautiful footprints that have been etched in our mind and heart forever. Your meaningful work and valuable teachings has improved our life. Thank you for being your toil to make us a better human being. Right now, I am doing what you have always taught me to do. Say thank you when someone does something nice for us. We hope that your new place is full of fun and happiness. Once again, thank you all. കൂട്ടുകാരെ, VP മാഡം നമ്മളുടെ സ്കൂൾ വിട്ടു പോവുകയാണ്. പാലക്കാട് നവോദയയെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന അധ്യാപകരിൽ ഒരാളാണ് VP മാഡം. കാരണം പാലക്കാട് നവോദയയുടെ നാൾവഴികളെക്കുറിച്ച് VP മാഡത്തിന് വളരെ നല്ല ബോധ്യമുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പല അധ്യാപകരും സ്കൂൾ വിട്ടു പോകുമ്പോൾ പറഞ്ഞു കേട്ടതാണ്. നവോദയയിൽ ഇതിൻ്റെ 5ാമത്തെ വർഷമാണ്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമൊക്കെ ആഴ്ചയിൽ 1 തവണയെങ്കിലും VP മാഡത്തിൻ്റെ പീരീഡ് ഉണ്ടാകുമായിരുന്നു. എന്നാൽ മാഡത്തിൻ്റെ തിരക്ക് കാരണം അത് പലപ്പോഴും ഫ്രീ പീരീഡായി മാറുകയും എന്നാൽ അപ്രതീക്ഷിതമായി മാഡം കയറി വന്ന് ചോദ്യം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ നോക്കുന്നു. മറ്റൊന്ന് പറയാനുള്ളത് ഹൗസിലെ കളിയാണ്. 8ാം ക്ലാസ്സിലെ ഹൗസിലെ കളി. സോക്സ് ബോൾ ഉപയോഗിച്ചുള്ള വോളിബോൾ ആയിരുന്നു ഞങ്ങളുടെ വിനോദം.
എന്നാൽ ക്വാർട്ടേഴ്സിന്റെ ബാക്കിലായതിനാൽ മാഡത്തിന്റെ ക്വാർട്ടേഴ്സിന്റെ ബാക്കിലായതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ പിടിക്കുമായിരുന്നു, തല്ലും കിട്ടും. അങ്ങനെ എത്രയെത്ര രസകരമായ ഓർമ്മകൾ. മറ്റൊന്ന് ഹൗസ് അസംബ്ലിക്ക് അതായത് അസംബ്ലിക്ക് ഞങ്ങൾ സ്കോർ ഊഹിച്ചിരുന്നത് പലപ്പോഴും മാഡത്തിന്റെ കയ്യടിയിലൂടെയായിരുന്നു. മാഡത്തിന്റെ കയ്യടി നന്നായാൽ ഹൗസ് അസംബ്ലി നന്നായി, അല്ലെങ്കിൽ അത്ര പോരാ. ഇങ്ങനെയായിരുന്നു പല കാര്യങ്ങളും. കൊറോണ ആയതിനാൽ മാഡത്തിന് നല്ലൊരു ഫെയർവെൽ നൽകാൻ സാധിക്കാതെ പോയി. പ്രിൻസിപ്പളായി മാഡത്തിന് സ്ഥാനക്കയറ്റം കിട്ടിയതിൽ സന്തോഷമുണ്ട്, എന്നാൽ സ്കൂൾ വിട്ടുപിരിയുന്നതിൽ വിഷമവും. ഇനി പോകുന്ന സ്കൂളിലും മാഡത്തിന് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. മാം, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇതുവരെ എത്തിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇപ്പം മാം ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം വരെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലവ് യു മാം, മിസ് യു ലോട്ട്. താങ്ക്സ് ഫോർ ഓൾ ദി ബ്ലെസ്സിങ്സ് മാം. JNV പാലക്കാടിൻ്റെ ആദ്യ കാലഘട്ടം മുതലേ ബിന്ദു മാഡം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആദ്യം PGT ഫിസിക്സ് ആയിട്ടും പിന്നെ വൈസ് പ്രിൻസിപ്പലായിട്ടും. സോ ഇന്ന് നമ്മുടെ സ്കൂള് എന്താണോ അത് ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തതിൽ മാഡത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രയും വലുതാണ്. മാഡം സ്ട്രിക്റ്റ് ആണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പക്ഷെ ഫ്രീ ആണെങ്കിൽ എന്ത് ചെറിയ കാര്യം പോലും നമുക്ക് മാഡത്തോട് അത്രയും ഓപ്പണായി പറയാം. അതൊരു 6ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും 12ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിലും മാഡം ഒരുപോലെ കേട്ട് അതിനുള്ള സൊല്യൂഷൻസ് തരാറുണ്ട്. ഈ ഒരു സമയത്ത് മാഡം സ്കൂളിൽ നിന്ന് പോകുന്ന ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. വി ആർ റിയലി ഗോയിങ് ടു മിസ് യു എ ലോട്ട്, ബട്ട് യു വിൽ ബി ഓൾവേസ് ഇൻ അവർ ഹാർട്ട്. മാഡത്തിനും മാഡത്തിൻ്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. A very warm welcome to one and all. Ordinary teachers teach their students to reach success. Great teachers teach their students to convert their failures into success. I would like to give you a big salute for being a great teacher ever. Astronauts, programmers, musicians, technologists, doctors, engineers, lawyers, and all the other professions that make the world around have one thing in common: a good teacher who lights their dreams. Bidding farewell is always tough. Words never prove to be enough. Saying goodbye is never simple to a teacher like you who is so special for us. Your vacancy in this institution will be filled by someone else, but you are irreplaceable in our hearts. And in this moment, I am feeling very lucky to have something that makes saying goodbye so difficult. നമസ്കാരം. നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മാഡത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പളാണ്. അപ്പോൾ മാഡം ഫുൾ ടൈം എനർജറ്റിക് ആണ്, ഭയങ്കര ഫ്രീ ആണ്, പ്ലസൻ്റ് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് മാഡം സംസാരിക്കുക. മാഡത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സാധാരണ മുമ്പ് പഠിച്ചിട്ടുള്ള സ്കൂളുകളിലെ വൈസ് പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ബോൾഡാണ്, ഇതുപോലെ അങ്ങനെ ഫ്രീ ഒന്നും അല്ല. അപ്പം ഞാനിങ്ങനെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നേഴ്സ് മാഡത്തിനെ കണ്ട് ഞാൻ ആദ്യം പോയി കണ്ടത് VP മാഡത്തിനായിരുന്നു. അപ്പോൾ VP മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പാരൻസിനോടൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ ഇതാണോ വൈസ് പ്രിൻസിപ്പൾ മാഡം, ഇത്രയ്ക്ക് ഫ്രീ ആണോ? അങ്ങനെ എനിക്ക് ആദ്യം അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലൊന്നും ഇരിക്കുന്ന സമയത്ത് മാഡം നമ്മളോട് എത്രത്തോളം കെയറിങ് ആണ്, നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒരു ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സിനെയും പോലെ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ ക്യാബിനിൽ പോയിട്ടോ അല്ലെങ്കിൽ വഴി വെച്ച് കാണുന്ന സമയത്തോ നമ്മൾ തനിച്ചൊന്ന് മാഡത്തിനോട് സംസാരിച്ച് നോക്കിയാൽ അറിയാം മാഡം നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ക്ലാസ് ടൈമിൽ അതിലേറെ എനർജിയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് ഫുള്ളിങ്ങനെ ഓടി നടന്നിട്ടായിരിക്കും മാഡം ക്ലാസ് എടുക്കുക. എന്താ പറയുക, അത്രത്തോളം എനർജിയോടെയാണ്. അത് കാണുന്ന കുട്ടികൾക്കും ഭയങ്കര ഒരു എനർജിയാണ്, ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര ഒരു എനർജിയാണ്. പിന്നെ ഞാൻ മാഡത്തിൻ്റെ ക്ലാസ്സിൽ 9th ഇരുന്നിട്ടുണ്ടെങ്കിലും 9th ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് വരുന്ന സമയത്ത് ഫിസിക്സ് ടെക്സ്റ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുന്നല്ലാണ്ട്
10th ഞങ്ങൾ എക്സാം നടക്കുന്ന സമയത്താണ് പ്രീ ബോർഡ് എക്സാമിൻ്റെ കഴിഞ്ഞിട്ട് റിവിഷൻ സമയത്താണ് മാഡത്തിൻ്റെ ക്ലാസ്സസിൽ ഒരുപാട് ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ സമയത്താണ് മാഡത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരുപാട് എനിക്ക് അറിയാൻ പറ്റിയത്. മാഡത്തിൻ്റെ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോഴോ എന്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോവുകയാണെങ്കിലും മാഡത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. മാഡത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞേ വിളിയാണ്. ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ എന്താ കുഞ്ഞേ സംശയം, നമ്മൾ വേറെ എന്തെങ്കിലും ചോദിക്കാൻ പോവുകയാണെങ്കിലും എന്താ കുഞ്ഞേ എന്താ പ്രശ്നം, അങ്ങനെ അത്രത്തോളം കെയറിങ്ങോടെയാണ് പിന്നെ മാഡം സംസാരിക്കുക. പിന്നെ സാധാരണ എല്ലാ ടീച്ചേഴ്സും ചെയ്യണത് പോലെ കുട്ടികൾ വല്ല കുരുത്തക്കേട് ഒപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ചീത്ത പറയുന്നത് പോലെ മാഡം ചീത്ത പറയും. പക്ഷേ എന്താ പറയുക, മാഡത്തിന് എല്ലാ കുട്ടികളോടും ഒരു സ്പെഷ്യൽ കെയറിങ് ആണ്. പിന്നെന്താണ്, മാഡം പോകുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ ഈ സ്കൂളിൽ വന്ന് ആദ്യം പരിചയപ്പെട്ട ടീച്ചർ എന്ന് പറയുന്നത് VP മാഡമാണ്. അപ്പോൾ മാഡം പോകുന്നതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു. എനിക്കിവിടെ ഇരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ നിന്നൊക്കെ എന്നെ ഓവർകം ചെയ്യാൻ സഹായിച്ചതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് VP മാഡത്തിനാണ് ഉള്ളത്. മാഡത്തിൻ്റെ ആ ഒരു സംസാരം കേട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാരണം. അത്രയൊക്കെ പറയാനുള്ളത്. മാഡത്തിന് എന്തായാലും ഇനി ഭാവിയിലുള്ള ജീവിതം ഒക്കെ നല്ലതുപോലെ ആവട്ടെ. പ്രിൻസിപ്പളായിട്ടാണ് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കൺഗ്രാറ്റ്സ് ഞാൻ മാഡത്തിന് പറയുകയാണ്. പിന്നെ മാഡം എപ്പോഴും ഇതുപോലെ തന്നെ ഹാപ്പി ആയിരിക്കട്ടെ, ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല സന്തോഷത്തോടെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർപ്പിത. ഇന്നിവിടെ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് കൊടുത്ത, നമ്മളെ ഒരുപാട് സ്നേഹിച്ച, നന്നായി സപ്പോർട്ട് ചെയ്ത വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മാഡത്തിൻ്റെ ഫെയർവെലാണ്. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ ഇത് സ്കൂളിലാവുമ്പോൾ നമുക്ക് ഓപ്പൺ ഹാർട്ടഡ്ലി എല്ലാം മാഡത്തിനോട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് ഓൺലൈൻ അല്ലേ, സോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് മാഡത്തിന് മിസ് ചെയ്യും, അത് ഉറപ്പാണ്. മാഡത്തിൻ്റെ ബ്യൂട്ടിഫുള്ളായ മെമ്മറീസ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പിന്നെ 9th കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ്, അത് അടിപൊളിയായിരുന്നു. മാഡം ക്ലാസ്സിലേക്ക് വന്ന് ഓരോന്ന് പഠിപ്പിക്കണതും പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണതും ഒരുപാട് തല്ലുകൊള്ളണതും ഒന്നും ഞങ്ങൾ മറക്കില്ല. അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ താങ്ക് യു മാഡം ഫോർ സോ മച്ച് കെയർ ആൻഡ് ലവ്. ഞങ്ങൾ മാഡത്തിന് ഒരിക്കലും മറക്കില്ല. മാഡം എവിടെ പോയാലും ഞങ്ങളുടെ സപ്പോർട്ട് മാഡത്തിന് ഉണ്ടാവും. പിന്നെ എവിടെ പോയാലും മാഡം കെയർഫുള്ളായിരിക്കുക. പിന്നെ എല്ലാ സ്ട്രെങ്ത്തും മാഡത്തിന് സപ്പോർട്ടും എല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ മാഡം. താങ്ക് യു. ഹലോ മാഡം, ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. 25 വർഷം മാഡം JNV പാലക്കാടിൽ സേവനം നൽകിയിട്ടുണ്ടെങ്കിലും വെറും 2 വർഷം മാത്രമാണ് 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് മാഡത്തിൻ്റെ സേവനം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മാഡത്തിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. മാഡം എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകിക്കൊണ്ടിരുന്നു. TGT സയൻസ് അധ്യാപികയായ മാഡത്തിന് സയൻസിലെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മാഡം ഒരു നല്ല അധ്യാപികയാണ്. മാഡത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവാറുണ്ട്. മാഡം പുസ്തകത്തിലുള്ള അറിവുകൾ മാത്രമല്ല മാഡത്തിന് അറിയാവുന്നതും ഞങ്ങൾക്ക് പകർന്നു തരാറുണ്ട്. മാഡം പകർന്നു തന്ന എല്ലാ അറിവുകളും ഞങ്ങൾ മറക്കാതിരിക്കും. മാഡം എല്ലാവർക്കും എന്നും എല്ലാവിധ പ്രോത്സാഹനവും നൽകിയിരുന്നു. ഓരോരോ പരിപാടികൾക്കും മാഡത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കെന്നും ഉണ്ടായിരുന്നു. കായിക രംഗത്തും മാഡം പ്രോത്സാഹനങ്ങൾ നൽകി. കുട്ടികളെ നന്നായി ശുശ്രൂഷിക്കുന്നതിൽ മാഡത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. എല്ലാ മേഖലകളിലും കുട്ടികൾക്കൊരു പിന്തുണയും പ്രചോദനവും പ്രോത്സാഹനവുമായി മാഡം എന്നും ഉണ്ടായിരുന്നു. മാഡം ഗോവയിലേക്ക് പ്രിൻസിപ്പളായി പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇവിടം വിട്ടു പോകുന്നതിൽ വളരെയധികം സങ്കടവും ഉണ്ട്. എവിടെയായാലും മാഡത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നും എല്ലാവർക്കും മാഡത്തിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിയട്ടെ എന്നും മാഡം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Good evening, respected principal, teachers and all my dear friends.
It gives me great pleasure to say that we must respect, recognize and appreciate our beloved Vice Principal Madam who has imparted us to the future generation. We must also thank her for all her effort and hard work which she has dedicated to our Vidyalaya. ഞങ്ങൾ ഫസ്റ്റ് മാഡത്തിന് ട്രാൻസ്ഫർ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരും വിശ്വസിച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. മാഡത്തിന് ഞങ്ങളുടെ അവിടെ ഇത്രയും കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും കാലം മാഡം ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മാഡത്തിന് ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാഡം ക്ലാസ് എടുക്കുന്നത് വളരെ ഡിഫറെൻ്റാണ്. മാഡം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും മാഡം ക്ലാസ് എടുക്കണം. മാഡം ക്ലാസ് ഫുൾ ഇംഗ്ലീഷിൽ എടുക്കുകയും മാഡം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാറ്. പിന്നെ മാഡം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയിൽ കൂടെ പ്രോപ്സൊക്കെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അതുപോലെ കുട്ടികളെ മീൻസ് ഡെമോ ചെയ്യിപ്പിക്കാനൊക്കെ മാഡം പറയാറുണ്ട്. അതുപോലെ തന്നെ മാഡം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞുതരാം. പിന്നെ മാഡം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം മാത്രമല്ല മാഡം പുറത്തു നിന്ന് നോളേജും കൂടി ഞങ്ങൾക്ക് കുറച്ച് മാഡം പറഞ്ഞു തരാറുണ്ട് എപ്പോഴും. സോ ഇതൊക്കെ ആക്ച്വലി എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മാഡം. പിന്നെ അതുപോലെ മാഡം എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോഴും മാഡം എപ്പോഴും ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിട്ടാണ് പോകാറ്. മാഡം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ കറക്റ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം തല്ലാറുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾക്കറിയാം മാഡം ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സോ മാഡം അതൊക്കെ ഞങ്ങൾക്കൊരു ഡിഫറെൻറ്റ് മെമ്മറി ആയിരിക്കും, ഞങ്ങളതൊന്നും ഒരിക്കലും മറക്കില്ല. പിന്നെ മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഡത്തിൻ്റെ സ്പീച്ചൊക്കെ ഓരോ പ്രോഗ്രാംസ് പറയുന്ന സ്പീച്ചൊക്കെ വളരെ നല്ലതാണ് മാഡം. നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ, നല്ല രസമാണ്, നല്ല മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനൊക്കെ ചെയ്യാൻ മീൻസ് ഇൻസ്പിറേഷനായത് സ്പീച്ചൊക്കെയാണ്. പിന്നെ മാഡം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് BP ചാമ്പറിലൊക്കെ വലുതൊക്കെ ഒപ്പിച്ച് കയറാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ആയൊന്നും ചെയ്യില്ല മാഡം, ഞങ്ങൾ നല്ല കുട്ടികളായിരുന്നോളാം. ഞങ്ങളുടെ നോട്ട്സൊക്കെ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ മാഡം പിന്നെന്താ പെട്ടെന്ന് മാഡം ട്രാൻസ്ഫർ ആയിട്ട് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല സങ്കടം മാഡം. എല്ലാവർക്കും നല്ല സങ്കടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആവാതിരിക്കുമ്പോൾ മാഡം ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് മീൻസ് എക്സ്ട്രാ ടൈമും കൂടി വേണം ക്ലാസ് എടുത്താറുണ്ട്. മാഡത്തിന് കുറേ വർക്കുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം മാഡം. എന്നാലും ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം ക്ലാസ് എടുത്ത് തരാറുണ്ട്. ബ്രേക്സിലൊക്കെ മാഡം ഞങ്ങളുടെ ക്ലാസ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ബ്രീഫായി മാഡം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങളുടെ നോട്ട്സൊക്കെ എപ്പോഴും മാഡത്തിൻ്റെ നോട്ട്സൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ എന്താ മാഡത്തിനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട് മാഡം. പക്ഷേ പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോകുമെന്ന് പറയുമ്പോൾ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. സോ മാഡം ഞങ്ങൾ ഹോൾ 9 ബാച്ച് അതായത് 3 hours ഫുള്ള് മാഡം പോയി കഴിഞ്ഞാൽ മാഡത്തിനെ മിസ് ചെയ്യും മാഡം. വി ലവ് യു എ ലോട്ട്. താങ്ക് യു. Very happy to share a few words about our Vice Principal, Srimati Bindu ma'am. All of us have many things to share about her. But madam, words are really powerless to express our gratitude towards you. You have supported and provided us with all the knowledge and moral support. You have helped us in many ways than simply enriching our basic knowledge. You can clearly tell by your actions that you always care about us as a mother. Clear our pathways as a guide. You teach us every lesson as a mentor. And always staying with us as our best friend, inspiring us to plan for our future to become a better individual. Thank you for teaching us, madam. All are really going to miss you a lot. നവോദയ എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മനസ്സിലും ഒരുപാട് ഓർമ്മകളും ചിത്രങ്ങളും വ്യക്തികളുമെല്ലാം ഓടിയെത്തും. എങ്കിലും എല്ലാ മനസ്സിലും ഒരുപോലെ വരുന്നൊരു മുഖമുണ്ട്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയും മറ്റൊരു പര്യായം. വാക്കുകളും വ്യക്തിത്വവും കൊണ്ട് നമ്മുടെ ഏവരുടെയും മനസ്സ് കീഴടക്കിയ ആ അപൂർവ വ്യക്തിത്വം. ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒരു കുടക്കീഴിൽ ഒരുപോലെ കണ്ട ആ വലിയ മനസ്സിനുടമ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒരുപാട് വലിയ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു നമ്മളോട് സൂചിപ്പിച്ച ആ വ്യക്തി. നവോദയയിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും തൻ്റെ ശ്രദ്ധ ചെലുത്തി നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം ദീപ്തി മാഡം. നവോദയയിലെ ഓരോ പുൽക്കൊടിക്കും ഒരുപാട് പറയാനുണ്ടാവും മാഡത്തെ പറ്റി. സത്യം പറയുകയാണെങ്കിൽ മാഡത്തിൻ്റെ ഒച്ചയും മാഡത്തിൻ്റെ പ്രസൻസും ഒന്നും ഇല്ലാത്ത ആ ഒരു BP ചേമ്പർ ആലോചിക്കാൻ പോലും വയ്യ. ആൻഡ് അബവ് ഓൾ ദിസ് എന്ത് പ്രശ്നമായിട്ട് മാഡത്തടുത്ത് ചെന്നാലും
മാഡത്തിൻ്റെ ആ ഒരു വിളിയുണ്ട്, എടോ കുഞ്ഞേ, ആ ഒരു ഫീൽ, ആ വിളിയിൽ കിട്ടുന്ന ആ ഒരു ഫീൽ വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടില്ല മാഡം. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. As a teacher, you guided us and taught us what we wanted to learn beside what we needed to learn. As a vice principal, you proved us your power and uniqueness, and I'm sure as a principal, you will create wonders. With lots and lots of love and wishes, we Sandrons 27. Namaste to all. Respected Principal, Srimati Premila Madam, Vice Principal Srimati Bindu Madam and other dignitaries in the stage, teaching and non-teaching staff, parents and dear children. It's my great pleasure to get an opportunity to say a few words on this auspicious occasion, the farewell ceremony of our beloved Vice Principal. I have been experiencing her care and helping attitude towards our children since 2010-2011 academic year. According to my experience, she is very dedicated, punctual and sincere in her duties. Whenever we approach her any help, she is always ready to extend her best to us. I am delighted to know that she has got promotion as principal. From the bottom of my heart, I wish her to get a peaceful and comfortable atmosphere to continue her duties wherever she goes. All the best, madam. Thank you. നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു മാഡം വലിയ മനസ്സും ഒരുപാട് കഴിവുകളുമുള്ള ഒരു കുഞ്ഞു മാഡം. എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് മാഡം. ഞാൻ മിന്നൽ മാഡം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ക്ലാസ്സുകളൊക്കെ ഉള്ളവരെ ഒരു ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ ആ ക്ലാസ്സിലായിരിക്കില്ല, വേറെ ക്ലാസ്സിലായിരിക്കും. ഇങ്ങനെ സ്റ്റഡി ടൈമിലായാലും ക്ലാസ് ടൈമിലായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും നമുക്കും ഏത് നേരത്തും അപ്രോച്ച് ചെയ്യാം. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. ഇത്ര വലിയ പ്രശ്നമായിട്ട് നമ്മളൊരു കാര്യം കൊണ്ടുപോയാൽ അവിടെ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനാണോ എന്ന് പറഞ്ഞ് അതിനെ ശരിയാക്കി നിങ്ങൾക്ക് ഹെൽപ്പ് എല്ലാം ഏർപ്പാടാക്കി തരാം, ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞ് വലിയ കാര്യങ്ങളെയും ഒന്നുമില്ലാതെ ചെറുതാക്കി തരുന്ന ഒരു മാഡമാണ്. എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ കോർപ്പറേഷൻ ഉറപ്പാക്കാനും നല്ല കഴിവുള്ള ഒരു മാഡം. ഒരാളുടെ നമ്മൾക്ക് ഇപ്പോൾ മാഡം പോകുന്നത് വലിയ നഷ്ടമാണ്. ഒരാളുടെ നഷ്ടം മറ്റൊരു സ്കൂളിൽ നേട്ടമാകുന്നു. ഏതായാലും ഇവിടെ അല്ലെങ്കിലും ആ സ്കൂളിൽ മാഡത്തിൻ്റെ സേവനം കൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും നടക്കാനും ആ സ്കൂൾ നല്ല ഉയരത്തിലേക്ക് എത്താനും മാഡത്തിനും കുടുംബത്തിനും ഈശ്വരാനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഏവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ബിന്ദു മാഡത്തിന്. മലമ്പുഴ നവോദയയിൽ ദീർഘകാലം ഒരു ഫിസിക്സ് അധ്യാപികയായിട്ടും വൈസ് പ്രിൻസിപ്പളായിട്ടും തൻ്റെ എല്ലാ കഴിവുകളും പ്രതിഭയും തെളിയിച്ചതിന് ശേഷം മാഡം താൽക്കാലികമായി ഈ ക്യാമ്പസിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഒരു പ്രമോഷൻ കിട്ടി പോകുന്നത് അത് വളരെ സന്തോഷകരമായ കാര്യമാണെങ്കിൽ പോലും മാഡത്തിൻ്റെ അസാന്നിധ്യം ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. ഫിസിക്സ് അധ്യാപിക എന്ന് പറയുമ്പോൾ ഫിസിക്സ് സാമാന്യം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തെ വളരെ ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു രീതി ഞാൻ മാഡത്തിൽ കണ്ടിട്ടുണ്ട്. വളരെ താല്പര്യത്തോടു കൂടി പഠിപ്പിക്കുക, ആ വിഷയത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക. മാത്രമല്ല ഈ 30 വർഷത്തെ നവോദയ വിദ്യാലയത്തിലെ അധ്യാപന സമ്പത്ത് തന്നെ ഒരു വലിയ നേട്ടം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു അധ്യാപിക നമ്മുടെ ഇടയിൽ നിന്നും താൽക്കാലികമായി പോകുക എന്ന് പറയുന്നത് സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോലും ദീർഘകാലം സേവനമുള്ള ഒരു വ്യക്തി ആ വിദ്യാലയത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്
ആ സ്ഥാപനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസന പദ്ധതികൾക്ക് അത്യാവശ്യമാണ്. പൂർവ്വകാല വിദ്യാർത്ഥികൾ ഇവിടെ വരണമെങ്കിൽ അവർ പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകർ അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ വരുന്നത്. പാലക്കാട് നവോദയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകർ കുറഞ്ഞു വരികയാണ്. കാരണം ട്രാൻസ്ഫർ പോളിസി അനുസരിച്ചിട്ട് പുതിയ അധ്യാപകരും അധ്യാപികമാരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയ മുഖങ്ങൾ ഇല്ലാതാവുക എന്ന് സംബന്ധിച്ചത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, ബിന്ദു മാഡത്തെ അന്വേഷിച്ചിട്ട് പഴയ കുട്ടികളൊക്കെ വരുമ്പോൾ നേരെ മാഡത്തിൻ്റെ ക്വാർട്ടേഴ്സ് പോയിരിക്കാറുണ്ട്, കുറേ നേരം സംസാരിക്കാറുണ്ട്. മാത്രമല്ല ഈ അടുത്ത 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ മുമ്പ് പഠിച്ച ഒരു കുട്ടികളെ കണ്ട് ഞാൻ പറഞ്ഞു, അവരിപ്പോൾ ബാങ്ക് മാനേജറാണ്. ഞാൻ പറഞ്ഞു ബിന്ദു മാഡത്തിന് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബിന്ദു മാഡത്തിൻ്റെ ആ പഠിപ്പിക്കുന്ന രീതി, ആ സ്ട്രിക്ട്നെസ്, ആ വിഷയത്തിലുള്ള താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അധ്യാപന രീതി, ഇതൊക്കെ ഇന്നും കുട്ടികളുടെ മനസ്സിലുണ്ട്. മറ്റൊന്ന്, മാഡത്തിൻ്റെ ഈ പ്രവർത്തന രീതിയിൽ വേണ്ടത് അത് സ്കൂളിലെ കുട്ടികളായിക്കോട്ടെ, സ്റ്റാഫിൻ്റെ കുട്ടികളായിക്കോട്ടെ, അവരുടെ ക്ഷേമത്തിലും പ്രത്യേകം ഒരു താല്പര്യം കാണിക്കുന്ന ഒരു വിശാല മനസ്സ് മാഡത്തിലുണ്ട്. അത് ഏത് സമയത്തായിക്കോട്ടെ, കുട്ടികൾക്ക് എന്ത് സംശയം എപ്പോഴായാലും നിൽക്കില്ല, അത് ചോദിക്കുവാനുള്ള ആ ഒരു ധൈര്യം കുട്ടികൾക്കുണ്ട്. അപ്രോച്ചബിൾ, ഒരു അധ്യാപകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയുള്ളത്, ഹി ഓർ ഷീ ഷുഡ് ബി അപ്രോച്ചബിൾ. അപ്പോൾ 1.5 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ പോലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒരു വട്ടമേശ സമ്മേളനം കാണാം. അപ്പോൾ അതിൻ്റെ നടുവിൽ ബിന്ദു മാഡം ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ സമയകാല ബോധമില്ലാതെ തന്നെ കുട്ടികളുടെ സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ കുട്ടികൾ അവിടുന്ന് പോകാറുള്ളൂ. അപ്പോൾ കുട്ടികൾക്കും വളരെ സന്തോഷമാണ്. കാരണം സംശയം തീർക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ലാളിത്യം, ഡൗൺ ടു എർത്ത്. VP മാഡത്തിൻ്റെ ചേംബറിൽ ഒരിക്കലും കാണില്ല. എപ്പോഴും ഒന്നുകിൽ ക്ലാസ്സിലുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുണ്ടാവും. അപ്പോൾ താഴെ ഇറങ്ങി വന്ന് കുട്ടികളുടെ ലെവലിലേക്ക് വന്നുകൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഓരോ കുട്ടിയുടെ വെയറബൌട്ട്സും മാഡത്തിന് അറിയാം. പാലക്കാടിലെ കുട്ടികളുടെ പൾസ്, പാലക്കാടിലെ പാരൻസിൻ്റെ പൾസ്, പാലക്കാടിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പൾസ് എല്ലാം മാഡത്തിന് കൈവശമുണ്ട്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം ഇത്രയും സേവന ജീവിതത്തിനിടയിൽ എല്ലാവരുമായിട്ട് പരിചയപ്പെടുവാനും, ഓരോ കുട്ടിയും ഓരോ താലൂക്ക് അല്ലെങ്കിൽ ജില്ലയുടെ ഓരോ ഭാഗത്തുള്ള ഓരോ മനുഷ്യരുടെയും ഓരോ മനസ്സിൻ്റെയും രീതി എന്താണ് ഇത് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് മാഡം. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ലാളിത്യത്തെ പറ്റി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അധ്യാപകർക്കിടയിലും വല്ല ആവശ്യമോ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാഡത്തോട് പറഞ്ഞ് നേരെ പ്രിൻസിപ്പളിട്ട് പോവുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേഷനും സ്റ്റാഫിനും ഇടയിലുള്ളൊരു പാലമായിട്ട് വർത്തിച്ചുകൊണ്ട് ഒരുപാട് സേവനം മാഡം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ സഹപ്രവർത്തകരുടെയും ക്ഷേമവും മാഡം ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് മാഡം തന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് പോലീസ് കേഡറ്റ് കോറിൻ്റെ അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ മാഡം എനിക്കൊരു അവസരം തന്നു. അതെനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അട്ടപ്പാടിയിലുള്ള ഒരുപാട് കുട്ടികളെ ആ ക്യാമ്പിൽ വെച്ച് പഠിപ്പിക്കാനും പരിചയപ്പെടുവാനുള്ള അവസരം മാഡം വഴിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ കുടുംബപരമായിട്ടും ഔദ്യോഗികപരമായിട്ടും പിന്നെ നല്ലൊരു ബന്ധം മാഡം ഈ വിദ്യാലയത്തിൽ എല്ലാവരുമായിട്ടും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാഡം ഇവിടുന്ന് പോകുന്ന അവസരത്തിൽ പുതിയ വിദ്യാലയത്തിൽ എല്ലാവിധ സുഖവും ശാന്തിയും സമാധാനവും വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീമതി ബിന്ദു മാഡവുമായിട്ട് എനിക്ക് വളരെ ദീർഘനാളത്തെ പരിചയമാണുള്ളത്. ഔദ്യോഗികമായിട്ടാണെങ്കിലും സൗഹൃദ ബന്ധമായിട്ടാണെങ്കിലും ഞങ്ങൾ വളരെയധികം ദീർഘനാളം നവോദയയുടെ തുടക്കം കാലം തൊട്ട് സർവീസിലുണ്ടായിരുന്നു. അതിനുശേഷം മാഡം വൈസ് പ്രിൻസിപ്പളായി ധാർവാഡിലേക്ക് പോയി. വീണ്ടും 2 വർഷത്തെ സർവീസിന് ശേഷം വീണ്ടും ഇവിടെ വൈസ് പ്രിൻസിപ്പളായത് അവർ വീണ്ടും വന്ന് ജോയിൻ ചെയ്തു. ഇപ്പം അവർക്ക് പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും മാഡത്തിന് അർപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു മാഡത്തിന് യാത്രയപ്പ് നൽകുന്ന ഈ അവസരത്തിൽ പുതിയതായി ഏറ്റെടുക്കുന്ന പ്രിൻസിപ്പൽ ജോലിയിൽ മാഡത്തിന് എല്ലാവിധ ആശംസകളും വിജയവും നേരുന്നു. അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം നിറയെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദു മാഡത്തെ പറ്റി പറയുമ്പോൾ
2002 മുതൽ 2020 വരെയുള്ള ഏകദേശം 18 വർഷത്തെ പരിചയമാണ് എനിക്കുള്ളത്. ഇത്രയധികം ക്ഷമയും ദീർഘവീക്ഷണവും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുമുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളായിട്ടാണ് മാഡത്തിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രായം കൊണ്ട് ഇതിനേക്കാളും ഇളയതാണെങ്കിൽ തന്നെയും മാഡം എനിക്കൊരു മൂത്ത സഹോദരിയുടെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെയോ സ്ഥാനത്താണ് മാഡത്തിനെ ഞാൻ കണ്ടിട്ടുള്ളത്. HM ആയും AHM ആയും പിന്നീട് വൈസ് പ്രിൻസിപ്പളുമായും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഇൻചാർജായി ജോലി നോക്കിയിരുന്ന സമയങ്ങളെല്ലാം ഒരിക്കൽ പോലും മാഡം അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാതെ സ്നേഹമുള്ള ഒരു സഹപ്രവർത്തകയായിട്ടാണ് എനിക്ക് മാഡത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ പാലക്കാട് നവോദയയിൽ ജോലി നോക്കിയിരുന്ന സമയങ്ങളിൽ സ്വതന്ത്രമായി ജോലി നോക്കാൻ സാധിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടായപ്പോൾ എനിക്കും സുനിത മാഡത്തിനും എപ്പോഴും ധൈര്യം തന്നുകൊണ്ട് സമാധാനിപ്പിക്കുന്ന ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ജോലിയെ മുന്നോട്ട് പോകുവാൻ മാഡം ഇന്ന് ഞങ്ങൾക്കൊരു പ്രേരണ ശക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ കായിക മേഖലയിൽ പാലക്കാട് നവോദയ വിദ്യാലയത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മാറ്റുവാൻ സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു. മാഡത്തിൻ്റെ ഈ സെൻഡ് ഓഫ് പരിപാടിയിൽ നേരിട്ട് വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഈ പ്രത്യേക സാഹചര്യത്തിൽ മാഡത്തിന് നേരിട്ട് കണ്ട് പറയാൻ നേരിൽ കണ്ട് സംസാരിക്കാനും ആശംസകൾ അർപ്പിക്കാനും സാധിക്കാത്ത ഈ അവസരത്തിൽ മാഡത്തിന് ഈ മാർഗത്തിലൂടെ മാഡത്തിന് എല്ലാവിധ ആശംസകളും വിജയവും ഞാൻ നേരുന്നു. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. മാഡത്തിന്, കുടുംബത്തിന്, മക്കൾക്കും എല്ലാം, അതുപോലെ നവോദയ വിദ്യാലയ എൻ്റയർ ഫാമിലിക്ക് മാഡത്തിൻ്റെ ഈ പോസ്റ്റ് ഒരു നല്ലൊരു മാതൃകയാകട്ടെ. മാഡത്തിന് എല്ലാവിധ ആശംസകളും വിജയവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. I'm very happy to know that Bindu Madam got promotion and joined as principal in North Goa. We both worked together for 13 years at JNV Palakkad and we are very intimate friends. Even after leaving that school, I used to call her very often and share my experiences. Madam used to give me some advices which helped me to solve many issues at different instances. I am really thankful to her for that. When we both got promotion in 2008 as vice principals, I declined the offer because I was not courageous enough to go to Bhopal region and join. But Bindu Madam was bold enough to join at Dharwad. Now when Madam took the decision to join as principal, I appreciate her courage and I wish her all the best and pray to God to give all blessings to Madam and her family. ഹായ് ബിന്ദു, എന്താ പറയുക, ഡെയിലി സംസാരിക്കുന്നില്ലേ നമ്മൾ. ഒരു 2 ദിവസം സംസാരിച്ചില്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ കോൾ വരും. എന്താണ് ഒരനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ. പാലക്കാട് വരുന്നതിന് മുന്നേ ബിന്ദുവിനെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് 1-2 പ്രാവശ്യം. പക്ഷെ അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ആ ഒരു അസോസിയേഷൻ, ഒരു ബോണ്ടിങ് ഒക്കെ തുടങ്ങുന്നത് ഞാൻ പാലക്കാട് ജോയിൻ ചെയ്തതിന് ശേഷം. ബിന്ദുവിൻ്റെ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അങ്ങനെ നമ്മുടെ ഫാമിലി ഭയങ്കര ക്ലോസായി. ആ ഫാമിലി ആയിട്ടുള്ളൊരു അസോസിയേഷനും നമ്മുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്ന് പിണങ്ങി ഇണങ്ങി ആ ദിവസമൊക്കെ ഭയങ്കര മെമ്മറബിളായിരുന്നു. ബിന്ദു അവിടുന്ന് പ്രൊമോഷനായി പോകുമ്പോഴൊക്കെ എൻ്റെ മക്കളൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക്. അക്ഷയിനെയും അരവിന്ദിനെയും
നിങ്ങളെ മൊത്തം ഫാമിലിയെയും പിരിയുന്നതിൻ്റെ വിഷമങ്ങളും ഇപ്പോഴും അവർക്ക് ആ ഉള്ളിലുള്ള സ്നേഹവും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ. ബിന്ദു ഒരു ഫെൻറ്റാസ്റ്റിക് ഫിസിക്സ് ടീച്ചറാണ്. എത്രയോ ക്ലാസ്സുകൾ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ബിന്ദുവിൻ്റെ. എൻ്റെ ഡിഫിക്കൽട്ട് ടൈംസിലൊക്കെ ബിന്ദു തന്ന സപ്പോർട്ട് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. മനഃപൂർവ്വമായിട്ടൊന്നുമല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കറിയാതെ ആ ഒരു കോൺഫിഡൻസൊക്കെ വരും. വളരെ നാച്ചുറലായിട്ടാണ് ബിന്ദു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ പതുക്കെ ഐ കെയിം ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പോൾ എൻ്റെ പേരൻസിനോടൊപ്പം തന്നെ എന്നെ ഒരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആക്കുന്നതിൽ ബിന്ദു ഓൾസോ ഹാഡ് എ ബിഗ് റോൾ. പാലക്കാട് നിന്ന് പോകുമ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പാലക്കാട് ഇവിടെ വളരെ അടുത്തൊരു സ്ഥലമാണ്. കാണുമൊന്നും ഇല്ലായിരുന്നെങ്കിലും അടുത്തൊക്കെ എവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. എന്നാലും ഇപ്പോൾ ഈ കോവിഡ് ടൈംസിൽ നോർത്ത് ഗോവയും അത്ര ദൂരമൊന്നും അല്ലാന്ന് ഇപ്പോൾ തോന്നി തുടങ്ങി. ഒരു മൊബൈലിൻ്റെ അപ്പുറത്തിരുന്ന് നമുക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെ എന്താ പറയുക, ഒരു ആൾക്കാരെ സോപ്പിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല ബിന്ദുവിന്. ബിന്ദു പറയേണ്ടതൊക്കെ അങ്ങ് വെട്ടി തുറന്ന് പറയും. പക്ഷേ ഉള്ളിൽ യാതൊരു എന്താ പറയുക, ഒരു വിഷമോ ഒന്നും ഉള്ളിൽ ആരെക്കുറിച്ചോ ഒരു മോശം വിചാരങ്ങളോ ഒന്നും അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിയാണ് ബിന്ദു. അപ്പോൾ ബിന്ദു പ്രൊമോഷനായി പോകുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴൊക്കെ കിട്ടേണ്ടതായിരുന്നു ഈ പ്രൊമോഷൻ. ഫാമിലിയെക്കുറിച്ച് ആലോചിച്ചല്ലേ ബിന്ദു എവിടെയും പോവാതിരുന്നത്. സോ ഷീ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ, an excellent VP and a wonderful human being. Love you, Bindu. ഹലോ മാഡം, മാഡത്തിൻ്റെ പ്രൊമോഷൻ ആയതിൽ വളരെ സന്തോഷമുണ്ട്. ഗോവ എന്ന നല്ല സ്ഥലമാണ് ഗോവ. മാഡം നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വളരെ പീസ്ഫുള്ളായ ഒരു റീജിയൻ തന്നെയാണ് പൂന റീജിയൻ. വളരെ സന്തോഷമായിട്ടും വളരെ നല്ല മനസ്സോടുകൂടി പോവുക. ആദ്യമായിട്ട് തന്നെ മാഡത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ജോലി ചെയ്ത ആ സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ നവോദയ ഡിസിപ്ലിൻ്റെ ആ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. കാരണം അതിനു മുമ്പ് ജോലി ചെയ്ത 2 സ്കൂളുകളിലും എനിക്ക് വൈസ് പ്രിൻസിപ്പൾ ഇല്ലായിരുന്നു, ഹരിയാനയിലും മിസോറാമിലും. അപ്പം മാഡത്തെ പോലെ ഒരു നല്ല വൈസ് പ്രിൻസിപ്പൾ എനിക്ക് ആദ്യം കിട്ടിയത് തന്നെ എൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ നമ്മളുടെ ജോഡി ആ കുട്ടികൾക്കും സാർമാർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ നല്ല സക്സസ്ഫുള്ളായിട്ടൊരു ജോഡിയായിരുന്നു. നമ്മൾ പരസ്പരം മനസ്സിലാക്കി മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോയത്. മാഡം എപ്പോഴും എൻ്റെ പൾസ് അറിഞ്ഞിരുന്നു. അക്കാര്യത്തിൽ വളരെ നന്ദിയോട് മാത്രമേ എനിക്ക് ഓർക്കാൻ പറ്റുകയുള്ളൂ. ഓരോ സംഭവങ്ങളും ഓരോ ദിവസങ്ങളും മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും നല്ല അടുത്ത ബന്ധമാണ്. എല്ലാവരും പറയുന്ന പോലെ നമ്മളൊരു ബ്രദർ സിസ്റ്റർ റിലേഷനാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നല്ല ദിനങ്ങൾ ഞാൻ എന്നും ഓർത്തിരിക്കും. അതിന് എന്നും മാഡത്തോട് കടപ്പെട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ മാഡത്തിൻ്റെ പാലക്കാട് നവോദയയെ സംബന്ധിച്ചിടത്തോളം മാഡത്തിൻ്റെ ഈ ഒരു യാത്ര വളരെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ നഷ്ടമായിരിക്കും. സ്റ്റാഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റർക്കാണെങ്കിലും ഇതുപോലെ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും എപ്പോഴും എല്ലാ കാര്യത്തിലും സ്കൂളിനെയും അഡ്മിനിസ്ട്രേഷനെയും ഓഫീസേഴ്സിനെയും സ്റ്റാഫിനെയും കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന ആ കാര്യത്തിൽ മാഡത്തിന് വളരെ മികച്ച വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം പാലക്കാട് നവോദയ സ്കൂളും മാഡത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പുതിയ ഈ യാത്രയിലേക്ക് മാഡത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. മാഡത്തിന് എപ്പോഴും നമ്മൾ കൂടെ എപ്പോഴും സംസാരിക്കാറുണ്ട്. വീണ്ടും അത് തുടരാൻ എല്ലാ മംഗളവും നേരുന്നു മാഡത്തിനും മാഡത്തിൻ്റെ ഫാമിലിയും. ഗുഡ് ലക്ക് മാഡം. താങ്ക് യു. I have a long association with Madam Bindu S. We worked together as teachers in JNV Palakkad in the same discipline, science. Madam was physics teacher and I was chemistry teacher.
After 9 years, Madam got promotion as Vice Principal and Madam had been transferred to JNV Dharwad. Fortunately, after 1 year, Madam came back to JNV Palakkad. At that time also, I was the teacher here. And in 2012, I got transfer as principal. And I worked in 2 different Navodaya Vidyalayas and came back in 2019. Irrespective of our post, we worked together with the same spirit of cooperation and with mutual respect. As a person, Madam Bindu is kind-hearted. She has a beautiful heart. When she is on her toes when anyone needs her help. Madam has a very good, amazing quality of work-life balance. And another thing is, Madam has a tactic way to deal the people. Especially when she needs work done from the staff. Her approach is different depending upon the person. Then she is a lucky person. She has a very good family support also. And I think this promotion as a principal also the gift of God, the blessings of Almighty. Why God has put her in this post? Because there is a purpose for it. My experience taught me principal post is not everybody's cup of tea. Madam, be more progressive, more meaningful and more beneficial to the society. We have very good memories, sweet memories, and definitely I will cherish those good memories we have already created in this Vidyalaya. On behalf of JNV Palakkad Parivar, I wish you all the success in your career as well as in your life. Thank you, Madam, for your support, for your cooperation, for your everything I want to tell you. Thank you so much. Best wishes, ma'am. Thank you, ma'am, for educating us, teaching us, Caring us. Inspiring us. Scolding us, Encouraging us. motivating us, helping us, Changing us. Empowering us. This is not just a goodbye. It's our feelings. Our love. Our gratitude Towards you. we wish you a Wonderful. Bright. Beautiful. Excellent. Colorful. Future. Lots of love. Philanthrones. അസംബ്ലി മുതൽ റോൾ കോൾ വരെ ജാഗരൂകമായ ആ കണ്ണുകൾ എല്ലായിടത്തും നമ്മെ പിന്തുടർന്നു. ശാസനവും ഉപദേശവും പ്രവൃത്തിയും കൊണ്ട് മാഡം ഈ സ്കൂളിന് മാതൃകയായി. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്നേഹപൂർവ്വം നിയന്ത്രിച്ചു. മാഡം ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഈ സ്നേഹവും വാത്സല്യവുമാണ്. പാലക്കാട് നവോദയയിലെ വിദ്യാർത്ഥികളും സ്റ്റാഫും എന്നെന്നും സ്നേഹത്തോട് ഓർമ്മിക്കുന്ന ഒരു മുഖമായിരിക്കും VP മാഡത്തിൻ്റേത്. ആയുസ്സും ആരോഗ്യവും സുഖവും നേർന്നുകൊണ്ട് മാഡത്തെ നമുക്ക് യാത്രയാക്കാം. നന്ദി, നമസ്കാരം.